മെയ് 28 ലോക ആർത്തവ ശുചിത്വ ദിനം. മെയ് 28 ലോക ആർത്തവ ശുചിത്വ ദിനമായി ആചരിക്കുന്നു. ആർത്തവം ഒരു ശാരീരിക അവസ്ഥയാണെന്നും ആരോഗ്യമുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നും സമൂഹത്തെ ബോധവൽക്കരിക്കുക, ആർത്തവത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും വിലക്കുകളും മാറ്റുക, സുരക്ഷിതവും ആരോഗ്യകരവുമായ ആർത്തവ ശുചിത്വ ശീലങ്ങളെക്കുറിച്ച് പെൺകുട്ടികളിലും സ്ത്രീകളിലും അവബോധം വളർത്തുക എന്നിവയാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം. ജർമ്മനി ആസ്ഥാനമായ വാഷ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ 2014 മുതലാണ് ഈ ദിനാചരണം നടത്തി തുടങ്ങിയത്. ലോകാരോഗ്യ സംഘടനയും ഇതിൽ പങ്കാളിയാണ്. സാധാരണയായി ആർത്തവകാലം 5 ദിവസം നിലനിൽക്കുകയും ശരാശരി 28 ദിവസങ്ങൾ കൂടുമ്പോൾ ആർത്തവ ചക്രം സംജാതമാവുകയും ചെയ്യുന്നതിനാലാണ് 5ാം മാസമായ മെയ് മാസത്തിൻ്റെ 28ാം ദിനം ലോക ആർത്തവ ശുചിത്വ ദിനമായി തെരഞ്ഞെടുത്തത്. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപക ദിനം. മനുഷ്യാവകാശ സംരക്ഷണത്തിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രമുഖമായ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ ആയ ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായത് 1961 മെയ് 28-നാണ്. ഇതിൻ്റെ ഓർമ്മയ്ക്കായി മെയ് 28 ഇൻ്റർനാഷണൽ ആംനസ്റ്റി ദിനമായി ആചരിക്കുന്നു. 150-ലധികം രാജ്യങ്ങളിലായി 70 ലക്ഷത്തിലേറെ പ്രവർത്തകരുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ബ്രിട്ടീഷ് അഭിഭാഷകനായ പീറ്റർ ബെനൻസൺ ആണ്. ലണ്ടനിൽ ആണ് ഇതിൻ്റെ ആസ്ഥാനം. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും തടവുകാരുടെ അവകാശങ്ങൾക്കായി പോരാടുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ അവകാശങ്ങൾ ധ്വംസിക്കുന്ന ഭരണകൂട ചെയ്തികളെ തുറന്നുകാട്ടുകയും ഇരകൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രവർത്തന ശൈലി. മനുഷ്യാവകാശ സംരക്ഷണ രംഗത്തെ അതുല്യമായ സംഭാവനകൾ പരിഗണിച്ച് 1977 ഈ സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചു. MP വീരേന്ദ്രകുമാർ ചരമദിനം. മാതൃഭൂമി പത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, ജനതാദൾ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ്, കേരള നിയമസഭാ അംഗം, സംസ്ഥാന വനംവകുപ്പ് മന്ത്രി, പാർലമെന്റ് അംഗം, കേന്ദ്രമന്ത്രി തുടങ്ങി വിവിധ സ്ഥാനമാനങ്ങൾ അലങ്കരിച്ച പ്രശസ്ത പത്രപ്രവർത്തകനും പാർലമെന്റേറിയനും ഭരണാധികാരിയും സാഹിത്യകാരനും പ്രഭാഷകനും ഒക്കെയായിരുന്ന MP വീരേന്ദ്രകുമാർ 2020 മെയ് 28 അന്തരിച്ചു. 1936 ജൂലൈ 22 വയനാട്ടിലെ കൽപ്പറ്റയിൽ പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവും മദിരാശി നിയമസഭാംഗവുമായിരുന്ന MK പത്മപ്രഭ ഗൗഡരുടെ മകനായി ജനിച്ചു. മദ്രാസിലെ കോളേജിൽ നിന്ന് ഫിലോസഫിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA ബിരുദവും നേടിയ അദ്ദേഹം സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനും മാതൃഭൂമി പത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറുമായി. തുടർന്ന് കേരള നിയമസഭാ അംഗം, സംസ്ഥാന മന്ത്രി, ലോക്സഭാ അംഗം, കേന്ദ്രമന്ത്രി തുടങ്ങിയ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിച്ചേർന്നു. ഹൈമവത ഭൂവിൽ, രാമൻ്റെ ദുഃഖം, ബുദ്ധൻ്റെ ചിരി തുടങ്ങി നിരവധി സാഹിത്യകൃതികളും രചിച്ചിട്ടുണ്ട്.